ഇറ്റ്സ് മീ വിശാലരുൺ. ഇത് ഈന്തപ്പനാണ് കേട്ടോ. നമ്മളെ ഈന്തപ്പഴമില്ലേ, നമ്മളെ ഡേറ്റ്സ് എന്നൊക്കെ പറയത്തില്ലേ, അത് ഇവിടെ കജൂർ എന്നൊക്കെ പറയും നമ്മൾ ഹിന്ദിയിലും അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിപ്പോൾ കായ്ക്കുന്ന സമയമാണ് ഇവിടെ. അതൊരു ചൂട് സമയമാണ്. അപ്പം കായ്ച്ച് വരുന്നതേ ഉള്ളൂ. ഇതാണ് ഒരു പൂമ്പൊടി പോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് കായ്ച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് പെൺപനയാണ്. അപ്പോൾ ഒരു ആൺപനയിൽ നിന്ന് കുറച്ച് പൂമ്പൊടി ശേഖരിച്ചിട്ട്, പൂമ്പൊടിയല്ല അതിൻ്റെ ഒരു വിത്ത് കൊടുത്ത് ശേഖരിച്ചിട്ട് ഇതിൽ കൊണ്ട് കെട്ടി വയ്ക്കും. നിങ്ങൾ നോക്കിയാൽ കാണാം. അതുകൊണ്ട് ഇതിൽ വയ്ക്കും. അപ്പോൾ നമ്മൾ നല്ല ഈ പൂമ്പൊടിയൊക്കെ എന്താ പാറ്റയൊക്കെ സോറി ഈ പരാഗണം നടത്തത്തില്ലേ, അപ്പം പരാഗണം നടത്താൻ ഇവിടെ ഇതൊന്നുമില്ല. അതുകൊണ്ട് അവരോട് ഇങ്ങനെ കെട്ടി വയ്ക്കും. വേറൊരു ആൺപനയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതുകൊണ്ട് ഇവിടെ വയ്ക്കും. ഇവിടുന്ന് കായ്ക്കും. ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ല ചൂട് വരുമ്പോൾ നന്നായിട്ട് കായ്ക്കും. അങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത. വേറൊന്നും ഇത് ഓരോ ടൈപ്പുണ്ട് ഇവിടെ. എന്താ പറയുക, നല്ല വലുത് ചെറുത് അങ്ങനെ ഓരോ ഗ്രേഡ് അനുസരിച്ചൊക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ അടുത്തുനിന്ന് കണ്ടോ, ഇത് വലുതായിട്ട് വരുമ്പോഴാണ് ഈന്തപ്പഴം ആവുന്നത്. ഇത് അങ്ങനെ നാട്ടിലാരും വീഡിയോ ചെയ്തിട്ടില്ല, ആരും കണ്ടിട്ടുണ്ടാവത്തില്ല ഇത് നേരിട്ട്. ഓക്കെ, സൈനിങ് ഓഫ് വിശാലരുൺ.